നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലൻ ആരാണ്? അത് വിജയ് സേതുപതിയോ ഫഹദ് ഫാസിലോ അല്ല, ബോളിവുഡിലെ തലയെടുപ്പുള്ള താരങ്ങളുമല്ല. ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് കന്നഡ സൂപ്പർ താരം യാഷിനാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലൻ. നിതീഷ് തിവാരിയുടെ സ്വപ്ന പ്രൊജക്റ്റായ രാമായണ എന്ന ചിത്രത്തിൽ രാവണന്റെ റോൾ ചെയ്യുന്നതിന് 100 കോടി രൂപയാണ് താരം പ്രതിഫലമായി കൈപ്പറ്റുക. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് യാഷ് തന്നെയാണ്. ഓരോ ഭാഗത്തിനും 50 കോടി രൂപ വീതമായിരിക്കും താരം പ്രതിഫലമായി കൈപ്പറ്റുക. സിനിമയുടെ ലാഭവിഹിതം കൂടാതെയുള്ള കണക്കാണിത്. സിനിമയിൽ നിന്ന് 200 കോടി രൂപ യാഷിന് ലഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ നായകനായ രൺബീർ കപൂറിനേക്കാൾ പ്രതിഫലം യാഷിനായിരിക്കും ലഭിക്കുക. നെഗറ്റീവ് റോളിനായി കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചവരുടെ പട്ടികയിൽ കമൽഹാസൻ ആയിരുന്നു ഇതുവരെ ഒന്നാമത്. ഷാറുഖ് ഖാൻ ചിത്രം ജവാനിൽ വിജയ് സേതുപതി വാങ്ങിയിരുന്നത് 21 കോടി രൂപയായിരുന്നു. തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രമായ പുഷ്പ 2-ൽ മലയാളി താരം ഫഹദ് ഫാസിൽ 8 കോടി രൂപയും ലഭിച്ചിരുന്നു. 2 ഭാഗങ്ങളായി വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന രാമായണയ്ക്കായി 4000 കോടി രൂപയാണ് മുടക്കുന്നതെന്ന് നിർമ്മാതാവ് നമിത് മൽഹോത്ര അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ചിത്രം പൂർത്തിയായാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച ചിത്രം എന്ന റെക്കോർഡ് രാമായണ സ്വന്തമാക്കും. ഒപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലൻ എന്ന റെക്കോർഡ് യാഷും.